ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഇംഗ്ലീഷിൻ്റെ 5ാമത്തെ യൂണിറ്റാണ്. ഓണസ്റ്റി പേസ് എന്നാണ് കേട്ടോ ഈ യൂണിറ്റിൻ്റെ പേര്. ആ യൂണിറ്റും അതിലെ മുഴുവൻ സൈഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്, മലയാളത്തിലുള്ള മീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താ മക്കളെ ഓണസ്റ്റി പേസ് എന്ന് വെച്ചാൽ? ഓണസ്റ്റി എന്ന് വെച്ചാൽ എന്താണ്? സത്യസന്ധത, അതായത് സത്യം മാത്രം പറയുക, നന്മ ചെയ്യുക, അതിനാണ് ഓണസ്റ്റി എന്ന് പറയുക. ഓണസ്റ്റി പേസ് എന്ന് വെച്ചാൽ സത്യസന്ധത തിരിച്ചല്ല നൽകുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേസ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നൽകുക, ഒരാൾക്ക് കൊടുക്കുക, അതിനൊക്കെയാണ് പേസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു സത്യസന്ധത പ്രതിഫലം നൽകുന്നു എന്നാണ് ശരിക്ക് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പേര് പോലെ തന്നെയാണ് എന്ത് ഇതിൽ വരുന്ന സ്റ്റോറി, നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറി വരുന്നത്. അപ്പോൾ സ്റ്റോറി വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവും എന്താണ് ശരിക്ക് ഈ യൂണിറ്റിൻ്റെ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന്. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരാൾ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്ന ഒരു ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഇയാൾ ഒരു കർഷകനായിരിക്കാം അല്ലേ? അതുകൊണ്ടാണ് ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. നമുക്ക് കണ്ടാൽ ഒരു പാടം പോലെ, അല്ലെങ്കിൽ ഒരു പാടം പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? അതുപോലെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം ഇംഗ്ലീഷിൽ? There is a lot of vegetables and fruits in the picture. ഈ ചിത്രത്തിൽ നമുക്ക് ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും കാണാം. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ഫീൽഡ്. കാണാനൊരു ഫീൽഡ് പോലെയാണ്, ഒരു പാടം പോലെയാണുള്ളത്. എ ഫാമർ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്. ഫാമർ എന്ന് വെച്ചാൽ ആരാണ്? കർഷകന് അതിൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം നമ്മോട് എന്താ മക്കളെ പറയുന്നത്? കർഷകൻ അല്ലെങ്കിൽ കൃഷിപ്പണി എന്ന് പറയുന്നത് വളരെ ക്ഷമയോട് കൂടിയിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കർഷകനെ കുറിച്ചായിരിക്കാം നമ്മോട് ഇനിയുള്ള കഥ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് കഥ വായിക്കാം. ദ ഫാർമർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? നേരത്തെ പറഞ്ഞു, കർഷകൻ. നിങ്ങൾക്ക് അവിടെ ഒരു കർഷകൻ്റെ ചിത്രം കാണാൻ കഴിയുന്നുണ്ടോ? അദ്ദേഹം ജോലിയെടുത്ത് തളർന്ന് ക്ഷീണിച്ചു വരികയാണ് അല്ലേ? എ ഫാമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ്. എ ഫാർമർ, ഒരു കർഷകൻ, ലിവ്ഡ് ജീവിച്ചിരുന്നു, ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്, വിച്ച് വാസ് നിയർ ദ പാലസ്. അതെവിടെയായിരുന്നു? നിയർ ദ പാലസ്. പാലസ് എന്ന് വെച്ചാൽ കൊട്ടാരത്തിൻ്റെ അടുത്തായിട്ടായിരുന്നു കർഷകൻ ജീവിച്ചിരുന്നത്. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ്. ഹോണസ്റ്റ് എന്നല്ല വായിക്കുക, ഓണസ്റ്റ് എന്നാണ് കേട്ടോ വായിക്കുക. ഹി വാസ് ഹാർഡ് വർക്കിംഗ്. അദ്ദേഹം എങ്ങനെയായിരുന്നു? ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആളായിരുന്നു. ആൻഡ് ഓണസ്റ്റ് എന്ന് വെച്ചാൽ സത്യസന്ധനുമായിരുന്നു. ബട്ട് ഹി കുഡിൻറ്റ് ഏൺ മച്ച്. പക്ഷെ അദ്ദേഹത്തിന് അധികമൊന്നും ഏൺ ചെയ്യാൻ സാധിച്ചില്ല. ഏൺ ചെയ്യുക എന്ന് വെച്ചാൽ സമ്പാദിക്കാനായിട്ട് സാധിച്ചില്ല. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് കരുതി വെക്കേണ്ടതായിട്ടുണ്ട്. ഹി തോട്ട്, അദ്ദേഹം ചിന്തിച്ചു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം, ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. അദ്ദേഹം സമ്പാദിച്ചു. എന്ത്? ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനുള്ള അത്രയും പണം സമ്പാദിച്ചു. ദിസ് ഈസ് മൈൻ എന്ന് വെച്ചാൽ എൻ്റേത് മാത്രം. മൈ എന്ന് വെച്ചാൽ എൻ്റേത്, മൈൻ എന്ന് വെച്ചാൽ എൻ്റേത് മാത്രം. ഇത് എൻ്റേത് മാത്രമാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്, എൻ്റെ അധ്വാനത്തിൻ്റെ റിസൾട്ടാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ. അദ്ദേഹം ആ നാണയത്തെ നോക്കി. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. അത് ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഷൈനിങ് എന്ന് വെച്ചാൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇൻ ഹിസ് പാം, അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ കിടന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. പാം എന്ന് വെച്ചാൽ കൈവെള്ള, ഉള്ളൻ കൈയില്ലേ, നമ്മുടെ ഉള്ളൻ കൈയിനെയാണ് പാം എന്ന് പറയുക. അപ്പോൾ പാമ്പിൽ കിടന്ന് ആ കോയിന് തിളങ്ങുന്നുണ്ടായിരുന്നു. വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഞാനിനി ഈ കോയിൻ എവിടെയാണ് സൂക്ഷിക്കുക? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം.
വീട്ടിലെന്തായാലും സേഫ് അല്ല, സുരക്ഷിതമല്ല. അതെന്താണ്? വീട്ടിലാകുമ്പോൾ കള്ളന്മാരൊക്കെ കയറാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ കള്ളന്മാരെടുത്തു കൊണ്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഒരിക്കലും സുരക്ഷിതമല്ല. ഐ വിൽ കീപ്പ് ഇറ്റ് സംവെയർ എൽസ്. ഞാനിത് മറ്റെവിടെയെങ്കിലും, സംവെയർ എൽസ്, മറ്റെവിടെയെങ്കിലുമാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് കർഷകൻ ചിന്തിച്ചു. അതിന് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മക്കളെ, നോക്കിക്കേ. വേർ വിൽ ദ ഫാമർ ഹൈഡ് ദ ഗോൾഡ് കോയിൻ? കർഷകൻ എവിടെയായിരിക്കും ഈ ഗോൾഡ് കോയിന് ഹൈഡ് ചെയ്യുക? ഹൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഒളിപ്പിച്ച് വെക്കുക. എവിടെയായിരിക്കും? ഹീ വിൽ ഹൈഡ് ദ കോയിൻ ഇൻ എ സേഫ് പ്ലേസ്. അദ്ദേഹം മറ്റേതെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്തായിരിക്കും ഇത് ഒളിപ്പിച്ച് വെക്കുക. എവിടെയാണെന്ന് നമുക്ക് കഥ വായിച്ചറിയാം. എ സേഫ് പ്ലേസ്, സുരക്ഷിത സ്ഥലം. കർഷകൻ ഒരു മതിലിനടുത്ത് നിൽക്കുന്ന ചിത്രം കണ്ടില്ലേ? ദ ഫാമർ വെൻറ്റ് നിയർ ദ പാലസ്. ഫാർമർ പാലസിൻ്റെ അടുത്തേക്ക് പോയി, കൊട്ടാരത്തിനടുത്തേക്ക് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാർമർ താമസിക്കുന്നത് ഒരു വലിയ കൊട്ടാരത്തിനടുത്താണ്. അപ്പോൾ കൊട്ടാരത്തിനടുത്തേക്ക് പോയി. ദർ വാസ് എ ഹ്യൂജ് വോൾ അറൗണ്ട് ഇറ്റ്. ആ കൊട്ടാരത്തിന് ചുറ്റും ഒരു ഹ്യൂജ് എന്ന് വെച്ചാൽ വലിയ വോൾ, മതിൽ അല്ലെങ്കിൽ ചുമര്, മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വോൾ. അദ്ദേഹം എന്ത് കണ്ടു? ആ മതിലിലൊരു ലൂസായിട്ടൊരു ബ്രിക്ക് കണ്ടു. അതായത് ഇളകി കിടക്കുന്ന ഒരു ഇഷ്ടിക. ബ്രിക്ക് എന്ന് വെച്ചാൽ ഇഷ്ടിക, കട്ട. അപ്പോൾ ഒരു ഇഷ്ടിക കണ്ടു. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ. ഇത് എൻ്റെ കോയിൻ ഒളിപ്പിക്കാൻ പറ്റിയ ഒരു സേഫായിട്ടുള്ള സ്ഥലമാണ്. ഹി സെഡ് ടു ഹിംസെൽഫ്. അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു. സെഡ് ടു ഹിംസെൽഫ്, അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. ദ ഫാമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ് ആൻഡ് ഫെൽ ദ കോയിൻ. ഫാർമർ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് കോയിൻ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. ഹി ടിപ്പ് ടോഡ് ടുവേർഡ്സ് ദ വോൾ ആൻഡ് ലുക്ക് ദ ബ്രിക്ക് ഔട്ട് ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. അദ്ദേഹം ആ വോളിനടുത്തേക്ക് ടിപ്പ് ടോഡ് എന്ന് വെച്ചാൽ മെല്ലെ നമ്മുടെ കാലിൻ്റെ വിരൽത്തുമ്പ് കൊണ്ട് നടക്കില്ലേ, അതായത് ശബ്ദമുണ്ടാക്കാതെ നമ്മൾ നടക്കില്ലേ മെല്ലെ, അങ്ങനെ വിരൽത്തുമ്പിലൂടെ വിരൽത്തുമ്പിൽ ഇങ്ങനെ അമർത്തിയിട്ട് മെല്ലെ ആ മതിലിനടുത്തേക്ക് നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. ആ ഇളകി കിടക്കുന്ന ഇഷ്ടിക എടുത്തു. കെയർഫുള്ളി, പതുക്കെ, ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദ ബ്രിക്ക് ബാക്ക്. എന്നിട്ട് ആ ഗ്യാപ്പിൽ, ആ ഇടയിൽ എന്തു ചെയ്തു? തൻ്റെ ഗോൾഡ് കോയിൻ വെച്ചിട്ട് അവിടെ തന്നെ ആ ഇഷ്ടിക എടുത്തു വച്ചു. അപ്പോൾ ഇഷ്ടികയുടെ ഉള്ളിലായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തൻ്റെ ഗോൾഡ് കോയിൻ ഒളിപ്പിച്ച് വെച്ചത്. ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ. നീ ഇവിടെ സുരക്ഷിതമായിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട നാണയമേ എന്ന് കർഷകൻ പറഞ്ഞു. യു ആർ മൈ ലൈഫ്. നീ എൻ്റെ ജീവിതമാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണല്ലേ ആ ഗോൾഡ് കോയിൻ. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യു ആർ മൈ ലൈഫ്. നീ എൻ്റെ ജീവിതമാണ് അല്ലെങ്കിൽ ജീവനാണ്. ഹി വിസ്പേർഡ്. അദ്ദേഹം മന്ത്രിച്ചു. വിസ്പേർഡ് എന്ന് വെച്ചാൽ പതുക്കെ പറഞ്ഞു. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി. എന്നിട്ട് വീട്ടിലേക്ക് സന്തോഷത്തോടെ നടന്നു. അതിന് താഴെയുള്ള ചോദ്യം നോക്കൂ. വൈ ഡിഡ് ദ ഫാമർ ഡിസൈഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വോൾ? ആ ഫാർമർ ആ വോളിൽ, ആ മതിലിൽ കോയിൻ വെക്കാം എന്ന് ഡിസൈഡ് ചെയ്തത്, തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ബിക്കോസ് നോബഡി വിൽ സീ ദ കോയിൻ. കാരണം ആർക്കും ആ കോയിൻ കാണാനായിട്ട് സാധിക്കില്ല, മതിലിൻ്റെ ഉള്ളിലല്ലേ. ഇനി ക്വസ്റ്റ്യൻ 2 നോക്കൂ. വിൽ ദ കോയിൻ ബി സേഫ് ദെയർ? കോയിൻ അവിടെ സുരക്ഷിതമായിരിക്കുമോ? യെസ്. വൈ ഡു യു തിങ്ക് സോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ വോൾ ഓഫ് ദ പാലസ്. അത് കൊട്ടാരത്തിൻ്റെ മതിലാണ്. നോബഡി ഹാവ് ദ കറേജ് ടു ടേക്ക് ദ കോയിൻ ഫ്രം ദ ബ്രിക്സ്. ആർക്കും കൊട്ടാരത്തിൻ്റെ അവിടെ വന്ന് ആ നാണയം എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കറേജ് എന്ന് വെച്ചാൽ ധൈര്യം ഉണ്ടാവില്ല. ദ ഡിസിഷൻ എന്ന് വെച്ചാൽ തീരുമാനം. അവിടെ കർഷകനും കർഷകൻ്റെ വൈഫും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട് അല്ലേ? എന്തായിരിക്കാം? മന്ത്സ് പാസ്റ്റ്. മന്ത് എന്ന് വെച്ചാൽ മാസങ്ങൾ കടന്നുപോയി. ഡും ഡും ഡും. ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. ഒരു ദിവസം ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും ഡ്രംസ് എന്ന് വെച്ചാൽ ചെണ്ടയുടെ ശബ്ദം കേട്ടു. ആൻ അനൗൺസ്മെൻറ്റ് എക്കോഡ് ഇൻ ദ എയർ. അനൗൺസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? വിളംബരം. അപ്പോൾ ഒരു കൊട്ടാരത്തിൽ നിന്നുള്ള വിളംബരമായിരിക്കാം അല്ലേ? അത് രാജാവിൻ്റെ വിളംബരമായിരിക്കാം. അത് ഒരു വിളംബരം എക്കോഡ് എന്ന് വെച്ചാൽ പ്രതിധ്വനിച്ച് കേട്ടു. നമ്മൾ എവിടെയെങ്കിലും തട്ടിയിട്ട് ആ ശബ്ദം തന്നെ തിരിച്ച് കേൾക്കില്ലേ, അതിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയാം. സോ എക്കോഡ് ഇൻ ദ എയർ, അവർ പ്രതിധ്വനിച്ച് ശബ്ദം കേട്ടു. ഓ, ഇറ്റ്സ് എ കാർണിവൽ. എന്താണ്? ഒരു ഉത്സവമാണ്. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. എനിക്കത് കാണാൻ പറ്റുമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഹിസ് വൈഫ് സെഡ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, കർഷകൻ്റെ വൈഫ് പറഞ്ഞു.
ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, ദ ഫാമർ റിപ്ലൈഡ്. അപ്പോൾ കർഷകൻ എന്ത് പറഞ്ഞു? പക്ഷേ അത് കാണാൻ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ. എവ്രി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്, എല്ലാ ദിവസവും നിങ്ങൾ കുതിരയെ പോലെ ചത്തുപണിയെടുക്കുന്നുണ്ട്. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി, പക്ഷേ നിങ്ങളുടെ പോക്കറ്റ് എന്നും എംപ്റ്റിയാണ്. എംപ്റ്റി എന്ന് വെച്ചാൽ കാലിയാണ്, ശൂന്യമാണ്. ഹിസ് വൈഫ് റിപ്ലൈഡ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മറുപടി പറഞ്ഞു. അപ്പോൾ ഉത്സവം കാണാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞാണല്ലേ, എല്ലാ ദിവസവും പണിയെടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഇത്തിരി പോലും പൈസ ഇല്ല, നിങ്ങളുടെ പോക്കറ്റ് എപ്പോഴും കാലിയാണല്ലോ എന്ന് പറഞ്ഞു. ദ ഫാമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അറ്ററിങ് എ വേർഡ്. അത് കേട്ടപ്പോൾ കർഷകന് ഒരു വാക്കുപോലും മറുത്ത് പറയാതെ, അട്ടറിങ് എന്ന് വെച്ചാൽ ഉച്ചരിക്കാതെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. അവൾ ഇന്ന് വരെ എന്നോട് ഒരു കാര്യവും ഡിമാൻഡ് ചെയ്തിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹെർ ടു ദ കാർണിവൽ? എനിക്ക് എങ്ങനെയെങ്കിലും അവളെ എന്ത് ചെയ്യണം? കാർണിവൽ കാണിക്കണം. പക്ഷേ എങ്ങനെ കാണിക്കും? ഹി വാസ് വെരി സാഡ്. കർഷകന് സങ്കടമായി. സഡൻലി, പെട്ടെന്ന്. ഹി തോട്ട് അബൌട്ട് ദ ഗോൾഡ് കോയിൻ. പെട്ടെന്ന് ആണ് അദ്ദേഹത്തിന് എന്ത് വന്നത്? ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അദ്ദേഹം എന്ത് ചിന്തിച്ചു? ആ ഗോൾഡ് കോയിന് തിരിച്ചെടുക്കാമെന്ന് ചിന്തിച്ചു. ക്വസ്റ്റ്യൻ നോക്കൂ. വിൽ ദ ഫാമർ ഗെറ്റ് ദ ഗോൾഡ് കോയിൻ ബാക്ക്? ഫാർമറിന് ആ ഗോൾഡ് കോയിന് തിരിച്ചു കിട്ടുമോ? വൈ ഡു യു തിങ്ക് സോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അപ്പോൾ ഒന്നുകിൽ കിട്ടും എന്നെഴുതാം, യെസ് എന്നെഴുതാം. ബിക്കോസ് ഹി ഹൈഡ് ദ കോയിൻ ഇൻ എ സേഫസ്റ്റ് പ്ലേസ്. കാരണം അദ്ദേഹം ആ ഗോൾഡ് കോയിൻ ഒളിപ്പിച്ച് വെച്ചത് വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്, അതുകൊണ്ട് തിരിച്ചു കിട്ടും. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്നെഴുതാം, കിട്ടില്ല എന്നും എഴുതാം. ബാക്ക് ടു പാലസ്. പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മളുടെ ഗോൾഡ് കോയിൻ എടുക്കാനായിരിക്കും അല്ലേ? ദ ഫാമർ ഹറീഡ് ടു ദ പാലസ്. ഹറീഡ് എന്ന് വെച്ചാൽ തിടുക്കപ്പെട്ടു. കർഷകൻ എന്ത് ചെയ്തു? കൊട്ടാരത്തിലേക്ക് തിടുക്കപ്പെട്ട് പെട്ടെന്ന് നടന്നു. നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ. അപ്പോൾ അവിടെ എന്തുണ്ട്? കാവൽക്കാരുണ്ട്. സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന് വെച്ചാൽ കാവൽ നിൽക്കുന്ന ഭടന്മാരാണ് കേട്ടോ, അവരുണ്ട്. ഹി മൂവ്ഡ് ടുവേർഡ്സ് ദ വോൾ. അദ്ദേഹം എന്ത് ചെയ്തു? മതിലിനടുത്തേക്ക് നടന്നു. സഡൻലി, പെട്ടെന്ന്. ഹി സോ ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി. രാജാവ് ബാൽക്കണിയിൽ നിന്നിങ്ങനെ നോക്കുന്നതായിട്ട് കർഷകന് കണ്ടു. ഹി വാസ് ഫ്രൈറ്റൻഡ്. അദ്ദേഹം പേടിച്ചു. ഫ്രൈറ്റൻഡ് എന്ന് വെച്ചാൽ പേടിച്ചു. ഹൂ ഈസ് ദെയർ? എ ഗാർഡ് ഷൗട്ടഡ്. ആരാണവിടെ? ഗാർഡ് എന്തായി? ഷൗട്ട് ചെയ്തു, ഉച്ചത്തിൽ ചോദിച്ചു, ആരാ ഇവിടെ എന്ന് ചോദിച്ചു. ദ ഫാമർ സ്റ്റാർട്ടഡ് റണ്ണിങ്. ഫാർമർ പേടിച്ച് ഓടാനായിട്ട് തുടങ്ങി. ദ കിങ് സോ ഹിം. അത് രാജാവ് കണ്ടു. വൈ ഈസ് ദാറ്റ് മാൻ റണ്ണിങ്? ആ മനുഷ്യൻ എന്തിനാണ് ഓടുന്നത്? ഹി വോണ്ടഡ്. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. എന്തിനാണ് ഓടുന്നതെന്ന് രാജാവിന് പിടുത്തം കിട്ടിയില്ല. ഓടുന്നത് കണ്ടിട്ട് രാജാവ് ആശ്ചര്യപ്പെട്ടു. സ്റ്റോപ്പ് ദ മാൻ ആൻഡ് ബ്രിങ് ഹിം ഇൻ, ഹി ഓർഡർഡ്. എന്ത് കൽപ്പിച്ചു? ആ മനുഷ്യനെ പിന്തുടർന്നിട്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുമെന്ന് രാജാവ് ഓർഡർ ചെയ്തു. ഓർഡർ എന്ന് വെച്ചാൽ കൽപ്പിച്ചു. ദ സോൾജിയേഴ്സ് ചേസ് ദ ഫാമർ. സോൾജിയേഴ്സ് എന്ന് വെച്ചാൽ ഭടന്മാർ അദ്ദേഹത്തെ ചേസ് ചെയ്തു, പിന്തുടർന്നു. കോട്ട് ഹിം, പിടിച്ചു. ആൻഡ് ടുക്ക് ഹിം ടു ദ കോർട്ട്. എന്നിട്ട് പിടിച്ചുകൊണ്ടുവന്നു. എങ്ങോട്ട്? രാജകോടതിയിലേക്ക്, രാജാവിൻ്റെ കോടതിയിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. താഴെയുള്ള ചോദ്യം നോക്കിക്കേ മക്കളെ. വൈ ഡിഡ് ദ കിങ് ഓർഡർ ടു ബ്രിങ് ദ ഫാമർ? രാജാവ് എന്തിനാണ് ആ ഫാർമറെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്? ബിക്കോസ് ദ കിങ് സോ ഹിം റണ്ണിങ്, സോ ഹി വാസ് വണ്ടേർഡ് വൈ ദ മാൻ വാസ് റണ്ണിങ്. കാരണം എന്താണ്? രാജാവ് ആ മനുഷ്യനെ ഓടുന്നതായിട്ട് കണ്ടു. അപ്പോൾ അയാൾ എന്തിനാണ് ഓടുന്നതെന്ന് വണ്ടറായി അല്ലേ, ആശ്ചര്യപ്പെട്ടു. അതിന് വേണ്ടിയിട്ടാണ് പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫാമർ? ഇനി ആ ഫാർമറിന് എന്താ സംഭവിക്കുക? നമുക്ക് സ്റ്റോറി വായിച്ചു നോക്കാം. അറ്റ് ദ റോയൽ കോർട്ട്. റോയൽ കോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? രാജകോടതി. വിചാരണ ചെയ്യുന്ന കോടതിയാണ്, രാജാവിൻ്റെ കോടതിയാണെന്ത്? റോയൽ കോർട്ട് എന്ന് പറയുക കേട്ടോ. അവിടെ റോയൽ കോർട്ടിൽ, രാജകോടതിയിൽ രാജാവും ഫാമറും പിന്നെ സോൾജിയേഴ്സ് ഭടന്മാരും നിൽക്കുന്നത് കണ്ടോ മക്കളെ? വൈ ഡിഡ് യു റൺ അവേ? ദ കിങ് ആസ്ക്ഡ്. രാജാവ് എന്ത് ചോദിച്ചു? നീ എന്തിനാണ് ഓടിയത്? ദ ഫാമർ ലുക്ക്ഡ് ഡൗൺ. അത് കേട്ടപ്പോൾ, ചോദ്യം കേട്ടപ്പോൾ തന്നെ കർഷകൻ താഴേക്ക് നോക്കി, തല കുനിച്ച് താഴേക്ക് നോക്കി. ഹീ വാസ് ഷിവറിങ്. കർഷകന് പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻഡ്? എന്തുപറ്റി? ദ കിങ് ആസ്ക്ഡ്. രാജാവ് ചോദിച്ചു. ദ ഫാമർ ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. അപ്പോൾ ആ സമയത്ത് ഫാമർ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും, മുഴുവൻ സംഭവങ്ങളും, ഹോൾ എന്ന് വെച്ചാൽ മുഴുവൻ സംഭവങ്ങളും രാജാവിനോട് പറഞ്ഞു. ദ കിങ് ഡിസൈഡഡ് ടു ഹാവ് സം ഫൺ. അപ്പോൾ അത് കേട്ടപ്പോൾ രാജാവ് എന്ത് വിചാരിച്ചു? എന്തോ ഒരു തമാശ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഹി സെഡ്, ശരി. ഐ വിൽ ഗിവ് യു അനദർ ഗോൾഡ് കോയിൻ, ഗോ ഹോം. ഞാൻ നിനക്ക് വേറൊരു ഗോൾഡ് കോയിൻ തരാം. എന്താണ്? നമ്മുടെ കർഷകന് വച്ചിട്ടുള്ള, സൂക്ഷിച്ച് വെച്ച ഗോൾഡ് കോയിൻ തരില്ല, പകരം വേറൊരു ഗോൾഡ് കോയിൻ തരാം, നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് നോക്കൂ. വൈ ഡിഡ് ദ കിങ് ഡിസൈഡഡ് ടു ഗിവ് ദ ഫാമർ എ ഗോൾഡ് കോയിൻ?
ഫാമറിന് വേറൊരു ഗോൾഡ് കോയിൻ തരാമെന്ന് കിങ് ഡിസൈഡ് ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ദ കിങ് ഡിസൈഡഡ് ടു ഹാവ് സം ഫൺ. തമാശ ഒപ്പിക്കാമെന്നാണ് രാജാവ് വിചാരിച്ചത്. മോറോവർ ദ കിങ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ. മാത്രമല്ല ഈ കർഷകന് നല്ലൊരു സത്യസന്ധനായിട്ടുള്ള ഒരാളാണെന്ന് രാജാവിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സത്യസന്ധത പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം രാജാവ് ഇങ്ങനെ ഒരു സൂത്രം ഒപ്പിക്കുന്നത് കേട്ടോ. ദ ഓഫർ എന്ന് വെച്ചാൽ വാഗ്ദാനം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രതിഫലമായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുക, വാഗ്ദാനം എന്ന് പറയുക കേട്ടോ. ഇന്നത് തരാം എന്ന് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ വാഗ്ദാനം എന്ന് പറയാം. ഇവിടെ നമുക്ക് പിക്ചറിൽ കിങ്ങിനെയും അതുപോലെ ഫാമറിന് എന്തോ ഒരു സമ്മാനം ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു സോൾജിയറെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ദ ഫാമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. രാജാവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഫാർമറിന് എന്തായി? ആകെ കൺഫ്യൂഷനായി. എന്താ ഇപ്പോൾ നടക്കുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനായി. ഐ എം സോറി യുവർ മജസ്റ്റി, പ്ലീസ് അലോ മീ ടു ടേക്ക് മൈ കോയിൻ. അപ്പോൾ എന്തു പറഞ്ഞു? എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം, യുവർ മജസ്റ്റി. മജസ്റ്റി എന്ന് വെച്ചാൽ മഹത്വം എന്നാണ്. അതായത് നമ്മുടെ രാജാക്കന്മാർ അങ്ങുന്നേ, മഹാനായ അങ്ങുന്നേ എന്നൊക്കെ വിളിക്കില്ലേ. അപ്പോൾ അതാണ് അങ്ങനെ ബഹുമാനാർത്ഥം രാജാക്കന്മാരെ വിളിക്കുന്നതാണ് എന്ത്? മജസ്റ്റി. ഓക്കെ, യുവർ മജസ്റ്റി പ്ലീസ് അലോ മീ ടു ടേക്ക് മൈ കോയിൻ. എൻ്റെ സ്വന്തം കോയിൻ എടുക്കാൻ ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞു. ഫൊഗറ്റ് യുവർ കോയിൻ, നീ നിൻ്റെ കോയിന് മറന്നേക്ക്. ടേക്ക് 2 ഗോൾഡ് കോയിൻ ഇൻസ്റ്റെഡ്. പകരം, ഇൻസ്റ്റെഡ് എന്ന് വെച്ചാൽ പകരം, നിൻ്റെ ഒരു ഗോൾഡ് കോയിന് പകരമായി നീ 2 ഗോൾഡ് കോയിൻസ് കൊണ്ടുപോയിക്കോ. ഓഫേർഡ് ദ കിങ് അങ്ങനെ ഒരു ഓഫർ കൊടുത്തു. സോറി യുവർ മജസ്റ്റി, ദ ഫാമർ റെഫ്യൂസ്ഡ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഫാർമർ എന്ത് ചെയ്തു? സോറി പറഞ്ഞു, എനിക്കത് വേണ്ട, എൻ്റെ കോയിന് മാത്രം മതി എന്ന് പറഞ്ഞു. ദ ഫാമർ റെഫ്യൂസ്ഡ് എന്ന് വെച്ചാൽ നിരസിച്ചു, അല്ലെങ്കിൽ അത് എനിക്ക് വേണ്ട എന്നുള്ള ആ ഓഫർ നിരസിച്ചു. മൈ കോയിൻ ഈസ് പ്രഷ്യസ് ടു മീ ഹി സെഡ്. എൻ്റെ കോയിന് എനിക്ക് പ്രഷ്യസ് ആണ്, അതായത് മൂല്യമുള്ളതാണ്, അത്രയും വിലപ്പെട്ടതാണ് എന്നർത്ഥം. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു? ആ രാജാവ് കോയിൻസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് വന്നു. 2 എന്നുള്ളത് പകരം 3 കോയിൻ എടുത്തോ, പകരം 4 കോയിൻ എടുത്തോ എന്നിങ്ങനെ കൂട്ടി വന്നു. 10 കോയിൻസ്, 100 കോയിൻസ്, 1000 കോയിൻസ് ആൻഡ് സോ ഓൺ. അങ്ങനെ 1000 കോയിൻസ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു. 1000 കോയിൻസ് പകരം ഞാൻ തരാം, പകരം നിൻ്റെ ആ ഒരു ഗോൾഡ് കോയിൻ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് കിങ് പറഞ്ഞു. ബട്ട് ദ ഫാമർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ. പക്ഷേ അപ്പോഴും ആ ഫാർമർ കിങ്ങിൻ്റെ ഓഫർ സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷെ നോക്കൂ, വൈ ഡിഡിൻ ദ ഫാമർ അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ? ഫാമർ കിങ്ങിൻ്റെ ഓഫർ എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത്, സ്വീകരിക്കാത്തത്? ബിക്കോസ് ദ ഫാമർ വാസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ. കാരണം എന്താണ്? ഈ കർഷകന് ഓണസ്റ്റ് പേഴ്സൺ ആണ്, അതായത് സത്യസന്ധനാണ്. സോ ഹി വോണ്ടഡ് ഹിസ് ഓൺ കോയിൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ സ്വന്തമായിട്ടുള്ള കോയിന് തന്നെ വേണമായിരുന്നു. ഹി ഹാസ് നോ ഗ്രീഫ് ഫോർ മണി. അദ്ദേഹത്തിന് പൈസയ്ക്ക്, പണത്തിന് എന്തില്ല? ഗ്രീഫില്ല, ആർത്തിയില്ല. ഓക്കെ, ഒരുപാട് വേണം, ഒരുപാട് പണം വേണം എന്നുള്ള ഒരു ആർത്തി ആ ഫാർമറിന് ഇല്ല. ക്വസ്റ്റ്യൻ 2, ഇഫ് യു വർ ദ ഫാമർ വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ഇനി ഫാർമറിൻ്റെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഐ വുഡ് അക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ എന്ന് എഴുതാം, ഞാൻ രാജാവിൻ്റെ ഓഫർ സ്വീകരിക്കും. അല്ലെങ്കിൽ ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് കിങ്സ് ഓഫർ ആസ് ദ ഫാമർ ഡിഡ് എന്ന് എഴുതാം. ഫാർമർ ചെയ്തതുപോലെ ഞാൻ കിങ്ങിൻ്റെ ഓഫർ സ്വീകരിക്കില്ല എന്നും എഴുതാം. എ ക്ലെവർ ഐഡിയ. ക്ലെവർ എന്ന് വെച്ചാൽ ബുദ്ധിപരമായ, ഐഡിയ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം തന്ത്രം. ഓക്കെ, അപ്പോൾ ക്ലെവർ ഐഡിയ എന്ന് വെച്ചാൽ ബുദ്ധിപരമായ തന്ത്രം. അപ്പോൾ ഇനി രാജാവ് എന്ത് തന്ത്രമാണ് പരീക്ഷിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മളുടെ ഒരുപാട് കോയിൻസ് തരാമെന്ന് പറഞ്ഞു, 1000 ഗോൾഡ് കോയിൻസ് വരെ തരാമെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഫാർമർ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോയിന് കൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അപ്പോൾ ഇനി രാജാവ് എന്ത് തന്ത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് നോക്കിയാലോ. ഫൊഗറ്റ് യുവർ കോയിൻ, ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ദ കിങ് സെഡ്. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്? ഫൊഗറ്റ് യുവർ കോയിൻസ്. ഫൊഗറ്റ് എന്ന് വെച്ചാൽ മറക്കുക, നീ കോയിൻസ് മറന്നേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്താ, ഫാർമറിന് കോയിൻസ് ഒന്നും വേണ്ട, ഗോൾഡ് കോയിൻസ് ഒന്നും വേണ്ട, അപ്പോൾ കോയിൻസ് മറന്നേക്ക്, എന്നാൽ കോയിൻസ് തരുന്നില്ല. ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം. കിങ്ഡം എന്ന് വെച്ചാൽ എന്താണ്? രാജ്യം, അതായത് രാജഭരണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഭരണ കീഴിലുള്ള രാജ്യം. ആ രാജ്യത്തിൻ്റെ, തൻ്റെ ഭരണ കീഴിലുള്ള രാജ്യത്തിൻ്റെ പകുതി നിനക്ക് തരാമെന്ന് പറഞ്ഞു. ദ കിങ് സെഡ്. രാജാവ് പറഞ്ഞു. വിച്ച് ഹാഫ് ഡു യു വോണ്ട്? യു ക്യാൻ ഡിസൈഡ്. നിനക്ക് ഏത് പകുതിയാണ് വേണ്ടത് നിനക്ക് തീരുമാനിക്കാം. ദ കിങ് കണ്ടിന്യൂഡ്. രാജാവ് തുടർന്നു. കണ്ടിന്യൂഡ് എന്ന് വെച്ചാൽ തുടർന്നു. ദ ഫാമർ തോട്ട് ഫോർ എ വൈൽ. നമ്മുടെ ഫാർമർ അത് കേട്ടപ്പോൾ കുറച്ച് സമയത്തേക്ക്, വൈൽ എന്ന് വെച്ചാൽ കുറച്ച് സമയത്തേക്കൊന്ന് ചിന്തിച്ചു, ആലോചിച്ചു.
യുവർ ഹൈനസ്. ഹൈനസ് എന്ന് വെച്ചാൽ ഉന്നതൻ എന്നാണ് ശരിക്കുള്ള അർത്ഥം. നമ്മൾ രാജാവിനെ അങ്ങുന്നേ എന്നൊക്കെ വിളിക്കില്ലേ. യുവർ ഹൈനസ്, ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്. അപ്പോൾ നമ്മളുടെ ഫാമർ എന്താ പറഞ്ഞത്? ഞാൻ പകുതി രാജ്യം എടുത്തോളാം. എന്താണ് ഏത് ഭാഗമാണ് എടുക്കുന്നത്? വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്, എൻ്റെ കോയിന് വെച്ച അവിടെ നിന്നുള്ള ആ ഭാഗം ഏതാണോ അവിടെയുള്ള പകുതി ഭാഗം ഞാൻ എടുത്തോളാം. ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ, അപ്പോൾ എനിക്ക് എൻ്റെ കോയിന് കിട്ടുമല്ലോ. ആൻഡ് ഗിവ് ബാക്ക് യുവർ കിങ്ഡം, അങ്ങനെ എൻ്റെ കോയിന് കിട്ടിക്കഴിയുമ്പോൾ ഐ വിൽ ഗിവ് ബാക്ക് യുവർ കിങ്ഡം, അങ്ങയുടെ ആ രാജ്യം ഞാൻ തിരിച്ചങ്ങേക്ക് തന്നെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫാമർ എത്രത്തോളം സത്യസന്ധനാണെന്ന് നോക്കിക്കേ. അത്രയും വലിയ ഓഫർ രാജാവ് കൊടുത്തിട്ടും അദ്ദേഹം എന്താ ചെയ്തത്? ആ കോയിന് കിട്ടാൻ വേണ്ടിയിട്ട് അത് വാങ്ങാം, പക്ഷേ കോയിന് തിരിച്ചു കിട്ടുമ്പോൾ അങ്ങേക്ക് ആ രാജ്യം ഞാൻ തിരികെ തരാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അത്രയേറെ വലുതാണ്. ദ കിങ് ലൈക്ക് ദ ഫാമേഴ്സ് ഐഡിയ. അപ്പോൾ രാജാവിന് ആ ഫാർമറിൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്. രാജാവിൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി, സ്മൈൽ എന്ന് വെച്ചാൽ പുഞ്ചിരി, അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു, തെളിഞ്ഞു. ഐ അഡ്മയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റി. രാജാവ് എന്താ പറഞ്ഞത്? ഐ അഡ്മയർ എന്ന് വെച്ചാൽ അഭിനന്ദിക്കുക അല്ലെങ്കിൽ പ്രശംസിക്കുക. യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റി. കർഷകനോട് പറയുകയാണ്, നിൻ്റെ കഠിനാധ്വാനവും അതുപോലെ സത്യസന്ധതയും ഞാൻ അഭിനന്ദിക്കുന്നു. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ അലോങ് വിത്ത് മൈ ഗിഫ്റ്റ്. നിനക്ക് നിൻ്റെ കോയിൻ എടുക്കാം. എങ്ങനെ? എലോങ് വിത്ത് മൈ ഗിഫ്റ്റ്, ഞാൻ തരുന്ന ഈ സമ്മാനം കൂടെ സ്വീകരിച്ചിട്ട് നിനക്ക് നിൻ്റെ കോയിൻ എടുക്കാം. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു. ദ ഫാമർ വാസ് സർപ്രൈസ് ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്. എന്നിട്ട് എന്താണ്? രാജാവ് ഒരു പാത്രം നിറയെ തിളങ്ങുന്ന നല്ല തിളക്കമുള്ള സ്വർണ്ണ നാണയങ്ങൾ കർഷകന് കൊടുത്തു. അത് കണ്ട് നമ്മളുടെ ഫാർമർ സർപ്രൈസായി. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ സ്റ്റോറി? നല്ല സത്യസന്ധനായ ഒരു കർഷകൻ, ഒരു ഫാമർ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കണ്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇനി താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കൂ. വാട്ട് വാസ് ദ കിങ്സ് ഓഫർ? രാജാവിൻ്റെ അവസാനത്തെ ഓഫർ എന്തായിരുന്നു? ദ കിങ്സ് ഫൈനൽ ഓഫർ വാസ് ദാറ്റ് ഹി വുഡ് ഗിവ് ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം ടു ദ ഫാമർ. എന്തായിരുന്നു അവസാനത്തെ ഓഫർ? അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പകുതി രാജ്യം കർഷകന് കൊടുക്കാം എന്നതായിരുന്നു ഓഫർ. ക്വസ്റ്റ്യൻ 2, വൈ ഡിഡ് ദ കിങ് ഗിവ്സ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാമർ? കിങ് ആ ഫാർമർക്ക് ഗിഫ്റ്റായിട്ട് അത്രയും ഗോൾഡ് കോയിൻസ് എന്തിനാണ് കൊടുത്തത്? ബിക്കോസ് ദ കിങ് റിയലി അഡ്മയർഡ് ദ ഫാമേഴ്സ് ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റി. അതായത് രാജാവിന് കർഷകൻ്റെ ഹാർഡ് വർക്കും ഓണസ്റ്റിയും സത്യസന്ധതയും കഠിനാധ്വാനവും അത്രമേൽ ഇഷ്ടമായി. അതുകൊണ്ടാണ് അഭിനന്ദനാർഹമായി. അതുകൊണ്ടാണ് കർഷകൻ ആ ഗോൾഡ് കോയിൻസ് കൊടുത്തത്. അപ്പോൾ മക്കളെ, ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായോ? നല്ലൊരു കഥ അല്ലേ? ഇതിലെ കർഷകൻ എത്രത്തോളം ഓണസ്റ്റി ആണോ അതുപോലെ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണോ അതുപോലെ തന്നെ മക്കളും ആവാനായിട്ട് ശ്രമിക്കുക. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസും നമ്മൾ വൈകാതെ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്